ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്ട്രീറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. എഗ് ഫ്രൈഡ് റൈസ് ആണ് റെഡിയാക്കുന്നത്. ഫ്രൈഡ് റൈസ് ലവേഴ്സ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണേ. ഞാൻ വൈറ്റ് സെല്ലാ റൈസ് ആണ് എടുത്തിട്ടുള്ളത്, ബസ്മതി റൈസ് ഇല്ലേ അത്. നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം വെള്ളം കൂടുതലൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് അരി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ചോറ് വേവിച്ച് മാറ്റി വയ്ക്കാം. ഒരുപാട് വെന്ത് പോവില്ല കേട്ടോ ചോറ്, അതൊന്ന് ശ്രദ്ധിച്ചോണം. ചോറൊന്ന് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചൂടെ എടുക്കണം കേട്ടോ. ഇനി വെജീസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി ഒരു പാൻ വെച്ചു, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഒരു 4 മുട്ടയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് മുട്ടയൊന്ന് വേവിച്ച് ചിക്കി ഇതുപോലെ മാറ്റി വയ്ക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവേ. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് ഒക്കെയാണ് ഇട്ട് കൊടുത്തത്. ഈ ഒരു വെജീസിലേക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചോറിൽ ഉപ്പിട്ടത് കൊണ്ട് അത് ശ്രദ്ധിച്ചോണം. പിന്നെ സ്പ്രിംഗ് ഓനിയൻ കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചോറില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും സോയാ സോസും ടൊമാറ്റോ സോസും പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചായിരുന്നു. പിന്നെ മുട്ട ചിക്കി ചെയ്തിട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് പോരാന്ന് തോന്നിയാൽ ഉപ്പിട്ട് കൊടുക്കണേ. പിന്നെ ലാസ്റ്റായിട്ട് സ്പ്രിംഗ് ഓനിയൻ കുറച്ചുകൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്.